السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഹസ്സുൽ കോഴ്സിലെ പഠിതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ 7 നാഖിദുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 8ാമത്തെ നാഖിദാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അസ്സാമിൻ, ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞു, അസ്സാമിൻ 8ാമത്തേത് മുളാഹറത്തുൽ മുശ്രിക്കീന വ മുആബലതുഹും അലൽ മുസ്ലിമീൻ വദ്ദലീലു ഖൗലുഹു തആല വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. 8ാമത്തെ കാര്യം മുളാഹറത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ സഹായിക്കുക. വ മുആബലതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരായി അവരെ സഹായിക്കുക. അപ്പം ഒരു സത്യനിഷേധിയുടെ മുശ്രിക്കിൻ്റെ കാഫിറിൻ്റെ കൂടെ നിൽക്കുക, മുസ്ലിമീങ്ങൾക്കെതിരായിക്കൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുക. ഇവിടെ അമുസ്ലിമായ ഒരാളെ സഹായിക്കുക എന്നത് വ്യക്തിപരമായൊരു വിഷയത്തെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. മറിച്ച് നസ്റത്തുൽ മുശ്രിക്കീന വ മുആവനത്തുഹും അലൽ മുസ്ലിമീൻ ബിഹൈസു ഇദാ വഖഅത് ഹർബുൻ ബൈന അഹ്ലിൽ ഇസ്ലാം വ അഹ്ലിൽ കുഫർ. ഇസ്ലാമിനും അമുസ്ലിങ്ങൾക്കുമെതിരെ ആശയപരമായി സംഘടന നിലനിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധം നിലനിൽക്കുന്ന, സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, പരസ്പര വിദ്വേഷവും വൈര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഇസ്ലാമും അല്ലാത്തൊരു മതവിഭാഗവും തമ്മിൽ പോര് നടക്കുന്ന ഒരു സ്ഥലത്ത്, പരസ്പരം പോർക്കളത്തിലുള്ള സ്ഥലത്ത് എന്താക്കുക? അവർ ചേർന്ന് നിൽക്കുന്നത് കുഫറിൻ്റെ ആളുകളുടെ കൂടെയാണ്. യഖിഫു ഫീ സഫി അഹ്ലിൽ കുഫർ, അവർ കുഫറിൻ്റെ ആളുകളുടെ, കുഫാറുകളുടെ, സത്യനിഷേധികളുടെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് വയുആവിനുഹും, എന്നിട്ട് അവരെ സഹായിക്കുന്നു. വയകൂനു സഫൻ വാഹിദൻ മഅഹും ഫിൽ ഇന്തിസാരി അലാ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ അവരെ നശിപ്പിക്കുന്നതിന്, അവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അവരുടെ കൂടെ നിൽക്കുക, എതിരാളികളുടെ കൂടെ നിൽക്കുക. ഫഹാദാ മിനൽ കുഫ്രി ബില്ലാഹി തബാറക വ തആല, തീർച്ചയായും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുഫർ ചെയ്യുന്നതിൻ്റെ സമമാണ്, കുഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തെളിവ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 51-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവരുടെ കൂടെ, അഥവാ സത്യനിഷേധികളുടെ കൂടെ മുവാലാത്തുണ്ടായാൽ, അവരുടെ കൂടെ ചേർന്ന് നിന്നാൽ, അവരുടെ കൂടെ ആ നിലക്കുള്ള സൗഹൃദങ്ങൾ പങ്കിട്ടാൽ, ഫഇന്നഹു മിൻഹും, തീർച്ചയായും അവരിൽ തന്നെ പെട്ടവനാണ്. അഥവാ അവർ കുഫറിൻ്റെ വിഭാഗക്കാരുടെ കൂടെ പെട്ടുപോയി, അവരിൽ കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളോടുള്ള നമ്മുടെ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളോടുള്ള നമ്മുടെ കടമയാണ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതൊക്കെ. സ്വാഭാവികമായും ഒരാദർശത്തിൻ്റെ വക്താക്കൾ എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കുന്ന ആദർശത്തിൻ്റെ പരസ്പര സ്നേഹമാണ്, ആദർശത്തിലുള്ള സ്നേഹമാണ്. മാത്രവുമല്ല ഏറ്റവും നല്ല ബന്ധം അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, ഒരു വ്യക്തി സ്നേഹമായാലും അതുപോലെ തന്നെ ഇഷ്ടക്കേടായാലും ദേഷ്യമായാലും ഒക്കെ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അടിസ്ഥാനം. മുസ്ലിമീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിനെതിരായി, അല്ലെങ്കിൽ അങ്ങനെ അടിസ്ഥാനം അങ്ങനെ നിലനിൽക്കെ നമ്മൾ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരോട് ശത്രുത പുലർത്തുന്ന, അവർക്കെതിരായി കരുക്കൾ നീക്കുന്ന ആളുകളുടെ ചേർന്ന് നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്താലോ അത് സ്വാഭാവികമായും നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യമാണ് അവിടെ സംഭവിക്കുക എന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആ നിലക്ക്, പരിശുദ്ധ ഇസ്ലാം നമ്മൾ ആ നിലക്ക് ഉപദേശിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വ അദുവ്വകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. സഹോദരൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന അഭിസംബോധനയാണ്, ഉത്ബോധനമാണ്. മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അദുവ്വി വ അദുവ്വകും, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൻ്റെ ശത്രുക്കളായ ഒരു വിഭാഗത്തെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഔലിയ
സഹോദരങ്ങളായി, സ്നേഹിതരായി, വലീകളായി, പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായി എൻ്റെ ശത്രുക്കളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, എന്നിട്ട് അവരോട് സ്നേഹവായ്പാൽ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ സ്നേഹവായ്പാൽ ഇടപെടാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അവരോട് ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന, അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്ന ആളുകളുമായി ചേർന്ന് നിൽക്കുക, അത് വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതല്ല. അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഇസ്ലാമിനെതിരെ തിരിയുന്ന ആളുകളോട് നമുക്ക് തിരിച്ചും ആ നിലക്കുള്ള ശത്രുതയുണ്ടാകും, സ്വാഭാവികമായും ഉണ്ടാകും, ആദർശരംഗത്തുണ്ടാകും. അവരെ ദീനിനെതിരെ സഹായിക്കുക കൂടെ ചെയ്താൽ അത് ഗുരുതരമായ വീഴ്ചയായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. ഈ നിലക്ക് അവരെ മുവാലാത്തുൽ കുഫാർ, അവരെ സഹായിക്കുക എന്നതിൻ്റെ ഇനങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് അന്നസ്റത്തു വത്തഈദ് അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരെ അവർക്ക് ശക്തി പകരുക. വാക്കുകൊണ്ടോ നിലപാടുകളെ കൊണ്ടോ ആയുധം കൊടുത്തുകൊണ്ടോ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടോ ഏതെങ്കിലും നിലക്ക് മുസ്ലിങ്ങൾക്കെതിരെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അവിശ്വാസികളെ അവരെ ശക്തിപ്പെടുത്താൻ വേണ്ട സഹായങ്ങൾ നടത്തുക എന്നതാണ് ഒന്നാമത്തെ ഇനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഇനമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് മഹബ്ബത്തുൽ കുഫാരി വ മവദ്ദത്തുഹും, അത്തരത്തിൽ ഇടപെടുന്ന ആളുകളെ നമ്മൾ സഹായിക്കുന്നില്ല, നമ്മൾ അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല, ആ നിലക്ക് നമ്മൾ സഹായിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക. ഇസ്ലാമിനെതിരെ തിരിയുന്ന, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നവരോട് നമുക്കെങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? അവരോട് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയുക? അപ്പോൾ രണ്ടാമത്തേത് അത്തരം വിഭാഗക്കാരോട് നമ്മൾ കാണിക്കുന്ന ഇഷ്ടമാണ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ. മൂന്നാമത്തെ കാര്യമായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അൽ-ലുഹൂഖു ബിദിയാരിൽ കുഫാർ ഇഖ്തിയാറൻ ലഹും വറഗ്ബത്തൻ അനിൽ മുസ്ലിമീൻ. മറ്റൊരു ഇനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യം അത്തശബ്ബുഹു ബിൽ കുഫാർ, കുഫാറുകളോട് സാമ്യരാവുക, അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുക, അവർ ആഘോഷിക്കുന്നത് പോലെ നമ്മൾ ആഘോഷിക്കുക, അവർ മതത്തിൻ്റെ അടയാളമായി, മതത്തിൻ്റെ ഭാഗമായി, ആത്മീയതയുടെ ഭാഗമായി അവർ ചെയ്യുന്ന, വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്ന കാര്യങ്ങളോട് നമ്മളും സാദൃശ്യപ്പെടുക എന്നത് അത് ഈ നിലക്ക് മുലാഹറത്തുൽ മുശ്രിക്കീൻ്റെ ഇനത്തിൽപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെടുന്നവരാണ്, അല്ല അവൻ ആ കൂട്ടത്തിൽപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത്തരം ആളുകൾ കുഫ്ർ സംഭവിക്കുന്ന വിധത്തിലാണോ എന്ന് ചോദിച്ചാൽ അത് കുഫ്ർ സംഭവിക്കുന്നതല്ല, എന്നാൽ അതിൻ്റെ ഇനങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഏതായാലും വിശ്വാസികളെ കൂടെ ചേർന്ന് നിൽക്കാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനുമാണ് നമുക്ക് സാധിക്കേണ്ടത്. അവരെ പീഡിപ്പിക്കുന്ന, മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന, വിശ്വാസത്തിൻ്റെ പേരിൽ ഹനിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാനോ അവരെ സ്നേഹിക്കാനോ അത്തരം ആളുകൾക്ക് ഏതെങ്കിലും നിലക്ക് വാക്കുകൊണ്ടോ നിലപാടുകളെ കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടോ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുക എന്നത് സ്വാഭാവികമായും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് മുഖ്രിജും മിനൽ മില്ല, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിധത്തിലുള്ള അപകടകരമായ വീഴ്ചയായിരിക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ മാറി നിൽക്കണം. അവരെ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നവരെ സഹായിക്കുക നമുക്ക് സാധ്യമല്ല, അവരെ ഇഷ്ടപ്പെടുക നമുക്ക് സാധ്യമല്ല, അവരോട് സൗഹൃദം പുലർത്തുക നമ്മൾക്ക് സാധ്യമല്ല. അത് നമ്മൾ സ്വീകരിച്ച, നമ്മൾ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, നമ്മൾ പ്രഖ്യാപിച്ച, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തോടുള്ള, ആദർശം സ്വീകരിച്ച ആളുകൾ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒക്കെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷിർക്കിൻ്റെയും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശത്തോടുള്ള നമ്മുടെ കൂറിൻ്റെ ഭാഗമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മൾ അൽ വലാഉ വൽ ബറാഉ ഫൽ വലാഉ യകൂനു ലിൽ ഈമാനി വ അഹ്ലി, ഈമാനിൻ്റെയും ഈമാനിൻ്റെ ആളുകളോടുമാണ് നമ്മുടെ വലാഉ ചേർത്ത് നിൽക്കുക, ഇഷ്ടം പ്രകടിപ്പിക്കുക. വൽ ബറാഉ നമ്മൾ മാറി നിൽക്കണം, യകൂനു മിന ശിർക്കി വ അഹ്ലി, നമ്മൾ ആരിൽ നിന്നാണ് മാറി നിൽക്കേണ്ടത്? ഷിർക്കിൻ്റെ ഏറ്റവും വലിയ തിന്മയായ ഷിർക്കിൻ്റെയും കുഫറിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. വ അഹ്ലി, അതിൻ്റെ ആളുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് ദീനിൻ്റെ അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മളെ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.